ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ദൈവം എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത്, ആരാണെന്നാണ് ധരിച്ചിരിക്കുന്നത്? പത്രോസ് ഉത്തരം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അതായത് ദൈവത്താൽ അയക്കപ്പെട്ട സാക്ഷാൽ ദൈവം. ഇവിടെ നമ്മൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് തൃത്വത്തിലെ ഐക്യത, ആ ഭാഗം ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വരെ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുന്നവൻ എന്ന് വെളിപ്പെടുത്തുകയാണ്. നോക്കണം, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 38, 39 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ ദാനം ലഭിക്കാൻ, പാപങ്ങളുടെ മോചനത്തിനായി മനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പരിശുദ്ധാത്മാവിൽ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ അത്തരത്തിൽ ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ തേജസ്കരണമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കുവാനുള്ള നിധാനം, അടിസ്ഥാനം
യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവും മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള പരമയാഗവും ശേഷം കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തി തേജസ്കരണം പ്രാപിക്കുന്നതുമാണ് എന്ന് നമ്മൾക്കിവിടെ വ്യക്തമാകുകയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ലഭ്യമാകുവാൻ പിതാവാം ദൈവവും പുത്രനായ യേശുക്രിസ്തുവും അതിനുള്ള വഴികളെ തുറക്കുകയാണ്. നോക്കണമേ, ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ശിഷ്യന്മാർ കാത്തിരിക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അല്ലാതെ ദൈവരാജ്യത്തിൻ്റെ വേല അസാധ്യമാണെന്നും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുക അസാധ്യമാണെന്നും വ്യക്തമായിട്ട് ഇവിടെ തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 49 മുതൽ 51 വരെ. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായം 4-5 വാക്യങ്ങൾ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഇവിടെ പിതാവ് വാഗ്ദത്തം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവാം ദൈവത്തെ മാനവകുലത്തിന് അയക്കുമെന്നുള്ളതും അതിനെ ലഭ്യമാകുവാൻ എന്ത് വേണമെന്നും അതിനായി കാത്തിരിക്കണമെന്നും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാൻ ഇടയായിത്തീരുന്നത് യേശുക്രിസ്തു നിമിത്തമാണ്. ഇവിടെയാണ് പിതാവാം ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവാകുന്ന ദൈവവും ചേർന്ന് നിൽക്കുന്നത്. പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുയേശുവും പരിശുദ്ധാത്മാവും ചേർന്ന് നിൽക്കുന്നത് അവിടെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 16-17 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 16-17 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ യേശുക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നത്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 26 വാക്യം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക്
സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പിതാവിനോട് ചോദിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയതിന് ശേഷവും ആ തിരുവെഴുത്തുകളിലെ ആത്മീയ സത്യങ്ങളെ, ഉപദേശങ്ങളെ തരുന്നതിനും യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്, ആ ഒരു ദൗത്യത്തിനായിട്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നത് ആരെക്കുറിച്ചാ? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയതിന് ശേഷം കാര്യസ്ഥനെ അയക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ. ആ കാര്യസ്ഥൻ എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നു, അവിടുത്തെ വഴികളിൽ നടക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേപോലെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ നിത്യതയിലേക്ക് നയിക്കുവാൻ, ഒരുക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങളെ ചെയ്യുകയാണ്. വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രക്ഷയുള്ള ബന്ധത്തിലാണ്, വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിലാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ വ്യത്യസ്തമായ ദൗത്യങ്ങളെ നമുക്ക് തിരിച്ചു കാണാൻ കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു വ്യക്തമായ ആ ദൗത്യത്തെ വിവരിക്കുകയാണ്. പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി ചോദിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ലഭ്യമാകുന്നത് നിമിത്തം ശക്തി ലഭിക്കുകയാണ്. എന്തിനാണ്? യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം അവിടുത്തെ സാക്ഷികളാകാൻ. അപ്പോൾ ഓർക്കുക, ഇന്നും ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം വ്യാപരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നിയോഗത്താലുമാണ്. ശ്രദ്ധിക്കണം, ഇവിടെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവിടെ യേശുക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുകയാണ്. ആ യേശുക്രിസ്തുവിലേക്ക് അനേകരെ നയിക്കുവാൻ ആവശ്യമായ ശക്തിയും സാക്ഷ്യവും ശിഷ്യന്മാർക്ക് കൊടുത്ത് അവരെ ശക്തീകരിക്കുകയാണ്, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ.
യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ കാര്യങ്ങൾ പറഞ്ഞവരെ ഉറപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ അധാർമികതയെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ യേശു പറയുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, നിങ്ങളോടധികം സംസാരിക്കുകയില്ല. എന്നാൽ ആ ദൗത്യം ആരേറ്റെടുക്കുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. 15-ാമത്തെ വാക്യം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ 14:30 യേശു പറയുന്നു, ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല. എന്നാൽ ആര് സംസാരിക്കും? യോഹന്നാൻ 16:13 മുതൽ 15 വരെ വായിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് സംസാരിക്കും. എങ്ങനെ സംസാരിക്കും? യേശുക്രിസ്തുവിൽ നിന്ന് എടുത്ത് അറിയിച്ചു തരും. അതിലൂടെ എന്താണ് ചെയ്യുന്നത്? നിരന്തരം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്താണ്? യേശുക്രിസ്തുവിൽ നിന്ന് എടുത്ത് അറിയിച്ചു തരിക, ഒപ്പം അത് നിമിത്തം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. എന്നാൽ ഈ യേശുക്രിസ്തുവിൽ നിന്ന് എടുത്തു തരിക എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? 15-ാമത്തെ വാക്യം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. ആ പിതാവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തു എടുക്കുന്നത്. ചുരുക്കത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേപോലെ നിന്നുകൊണ്ട് ശിഷ്യന്മാരെ സത്യത്തിൻ്റെ വഴിയിൽ നടത്തുവാൻ യേശുക്രിസ്തുവിൽ നിന്ന് എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. ഇവിടെ പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അത് സമ്പൂർണമായ ഐക്യതയുടെയും സമത്വത്തിൻ്റെയും തെളിവായിട്ട് മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പരമപ്രധാനമായ ദൗത്യം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. ഇവിടെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേപോലെ ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളെ നിത്യതയിലേക്ക് ഒരുക്കുന്നതിൻ്റെ ആ മഹനീയമായ ചിത്രം നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നരുളി ചെയ്തു. ശ്രദ്ധിക്കണമേ, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്,
ശിഷ്യന്മാർ പുറപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കുന്നു. അവിടെ ഒരു വിരുദ്ധ ഉപദേശം ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. എന്നാൽ ഓർക്കണം, ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സ്നാനങ്ങളുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചു, മാനസാന്തര സ്നാനം. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സ്നാനങ്ങളുണ്ടായിരുന്നു. അതായത് ഒരടിമ, യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരടിമയെ മറ്റൊരു യജമാനന് വിൽക്കുമ്പോൾ, അന്ന് ചില സമൂഹങ്ങളിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ആ അടിമയെ സ്നാനപ്പെടുത്തി അവനെ അടുത്ത യജമാനന് ശേഷം കൈമാറുകയാണ്. അവിടെ വ്യക്തമാക്കുന്ന സന്ദേശം ഇതാണ്: സമ്പൂർണമായ അവകാശവും ഒന്നാമത്തെ യജമാനന് നഷ്ടമാകുന്നു, രണ്ടാമത്തെ യജമാനൻ അവൻ സ്വന്തമാകുന്നു. എന്നാൽ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൽ നിന്ന്, അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുക, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്. അപ്പോൾ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ സ്നാനം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത്. കാരണം അനേകമായ സ്നാനങ്ങളുള്ളപ്പോൾ യേശുക്രിസ്തു കൽപ്പിച്ചാക്കിയ സ്നാനം, അതാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നാനമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരുടെ പേരിലാണ് നടത്തുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നടത്തുന്നത്. കാര്യം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ യേശുക്രിസ്തുവിനോട് ചേരുന്നൊരു ഭക്തന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഒരു ഭക്തനെ ഈ ഭൂമിയിൽ വീണുപോകാതെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവാണ് യേശുവിന് പറയാനുള്ളത് ഒരു ക്രിസ്തു ശിഷ്യനോട് പറയുന്നത്. ആ യേശുവിന് പറയാനുള്ളത് എന്താണ്? പിതാവായ ദൈവത്തിന് പറയാനുള്ളതാണ്. പിതാവായ ദൈവത്തിനുള്ളതെല്ലാം യേശുക്രിസ്തുവിനുള്ളതാണ്. അതെല്ലാം പരിശുദ്ധാത്മാവിനുള്ളതാണ്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ ശിഷ്യനും പരസ്പരം സ്നേഹിക്കേണ്ടതിനും വിധേയപ്പെട്ടിരിക്കേണ്ടതിനും മാതൃകയായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം ബഹുമാനിച്ച് പരസ്പരം സ്നേഹിച്ച് ഐക്യതയിൽ ആ ഒരു മാതൃക തിരുവെഴുത്തിലുടനീളം നമ്മൾ കാണുകയാണ്. അസ്തിത്വത്തിൽ ഒന്നായിരിക്കെ തന്നെ ആളത്വത്തിൽ മൂന്നായിരിക്കുമ്പോഴും തമ്മിൽ ഐക്യതപ്പെട്ടിരിക്കുന്ന ആ ദൈവഭാവം നമ്മളവിടെ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നവൻ, അവനെ പിതാവ് സ്നേഹിക്കും. അത് നിമിത്തം എന്ത് സംഭവിക്കും? യേശുക്രിസ്തുവും പിതാവും അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അതെങ്ങനെയാണ് വാസം ചെയ്യുന്നത്? യോഹന്നാൻ 14:16, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പിതാവും പുത്രനും ഒരുവനോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലം പരിശുദ്ധാത്മാവ് അവരോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ആ തൃത്വത്തിൻ്റെ ഏകീകരണം നമ്മൾ കാണുന്നത്, സമന്വയം നമ്മൾ കാണുന്നത്.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, പിതാവ് മഹത്വപ്പെടുത്തുകയാണ്. ആരെ? പുത്രനെ. എന്തിനാണ്? പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. എത്ര മനോഹരമായ സമന്വയം നമ്മളിവിടെ കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ പലവിധമായ ഉപദേശങ്ങളുണ്ട്. യേശുക്രിസ്തു പിതാവായ ദൈവത്തേക്കാൾ ഒരുപടി താഴെയാ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ മഹത്വം കൊടുക്കുമ്പോൾ പിതാവിന് മഹത്വം കൊടുത്തതിന് ശേഷമാണ് പുത്രന് മഹത്വം കൊടുക്കുന്നതെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ചിന്താധാരകളുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം പ്രിയരെ, നാം ഓർക്കേണ്ടത് നമ്മുടെ മനോഭാവം പോലെ ഇടുങ്ങിയ മനോഭാവമല്ല ദൈവത്തിൻ്റെ മനോഭാവം. നമ്മളൊന്ന് മഹത്വപ്പെടുത്തുന്നതിൽ പ്രശംസ എടുത്തു പോകുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. യഥാർത്ഥത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മിൽ ദൈവത്തോടുള്ളവാകുന്ന സ്നേഹം നിമിത്തമാണ്, ആദരവ് നിമിത്തമാണ്, ഭയഭക്തി നിമിത്തമാണ്. അതിൽ നമുക്കുണ്ടാകുന്ന രൂപാന്തരത്തിലാണ് ദൈവം സന്തോഷിക്കുന്നത്. അല്ലാതെ നാം ദൈവത്തെ മഹത്വപ്പെടുന്ന വാക്കുകളിൽ അതിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ രൂപാന്തരമുണ്ടാകുക. ആ നന്ദിയോടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ നിന്ന് സ്വയമായി പുറപ്പെട്ടു വരുന്ന ആ മഹത്വീകരണത്തിൽ ആര് മഹത്വം എടുക്കുന്നു? ദൈവം മഹത്വം എടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാൻ 17:1-2 നമ്മൾ കാണുന്നത് പുത്രനെ മഹത്വപ്പെടുത്തണം. എന്തിനാണ്? പിതാവ് മഹത്വം എടുക്കേണ്ടതിന്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് പരസ്പരം ചേർന്ന് നിൽക്കുന്ന ആ രീതിയിൽ ഐക്യതയിൽ നീങ്ങുന്ന തൃത്വത്തിലെ ഭാവം നമ്മൾ കാണുകയാണ്. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മഹത്വത്തിൽ ഒരേപോലെ നിൽക്കുന്നു, ദൗത്യത്തിൽ ഒരേപോലെ നിൽക്കുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം നമ്മെ നിത്യതയിലേക്ക് ഒരുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു വേള നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വം എടുക്കട്ടെ. നമ്മെ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.